ബ്രോഡാഡിയിൽ മമ്മൂട്ടി. ബ്രോഡാഡിയിലെ നായകനായി ആദ്യം തീരുമാനിച്ചിരുന്നത് മമ്മൂട്ടിയാണെന്ന് പറയുകയാണ് സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ്. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബ്രോഡാഡി. ലൂസിഫറിന് ശേഷം പൃഥ്വിരാജ് ചെയ്ത ചിത്രത്തിൽ മോഹൻലാലിന്റെ മകനായി താരം അഭിനയിക്കുകയും ചെയ്തിരുന്നു. ബ്രോഡാഡിയെക്കുറിച്ചുള്ള സംവിധായകൻ പൃഥ്വിരാജിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അത് ഏതെങ്കിലും ഒരു നടനെ നായകനാക്കണമെന്ന് മനഃപൂർവ്വം കരുതുന്നുണ്ടാകില്ല. പക്ഷേ സ്വാഭാവികമായി ഒരാൾ മനസ്സിൽ വന്നു ചേരും. ബ്രോഡാഡി എന്ന സിനിമ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് മമ്മൂക്കയായിരുന്നു. മമ്മൂക്ക തന്നെ ജോൺ കാറ്റാടി എന്ന കഥാപാത്രം ചെയ്യണമെന്നുണ്ടായിരുന്നു എനിക്ക്. ഇപ്പോൾ ബ്രോഡാഡിയിലുള്ള ജോൺ കാറ്റാടി അല്ല അത്. ഒരു കോട്ടയം കുഞ്ഞച്ചൻ വെർഷനിൽ കുറച്ച് റിച്ചായ പ്ലാന്റേഷനൊക്കെയുള്ള കൃഷിക്കാരനായ ഒരു ക്രിസ്ത്യാനി. മമ്മൂക്ക അത്തരമൊരു പ്രണയം നിറഞ്ഞ ഭർത്താവായി വന്നാൽ വളരെ ക്യൂട്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ആരും ഇതുവരെ മമ്മൂക്കയെ വെച്ച് ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും കഥ ഇഷ്ടമായി. പക്ഷേ സിനിമ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കില്ല, കുറച്ച് കഴിഞ്ഞു മതിയോ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിനു വേണ്ടി കാത്തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ടായിരുന്നില്ല. എന്നാൽ കോവിഡ് സമയമായതിനാൽ 50 പേർ മാത്രം വെച്ച് ചെയ്യാവുന്ന ഒരു സിനിമ എന്ന നിലയിൽ ഞാൻ ആലോചിച്ച ചെറിയ സിനിമയായിരുന്നു ബ്രോഡാഡി. പക്ഷേ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായിരുന്നു. നേരത്തെ തന്നെ മറ്റൊരു ചിത്രം അദ്ദേഹം ചെയ്യാൻ ഏറ്റിരുന്നു. ജോർജ് ഏട്ടനായിരുന്നു ആ സിനിമ നിർമ്മിക്കുന്നത്. അത് നിർത്തി ഇത് ചെയ്യാൻ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെയാണ് ലാലേട്ടനിലേക്ക് ഞാൻ എത്തുന്നത്. മമ്മൂക്കയോട് ആണ് ഈ കഥ ആദ്യം പറഞ്ഞതെന്ന് ലാലേട്ടന് അറിയാമായിരുന്നു. മമ്മൂക്ക ജോൺ കാറ്റാടിയായി വന്നിരുന്നാൽ ആ കഥ നടക്കുന്നത് പാലായിലായിരിക്കും. കോട്ടയം കുഞ്ഞച്ചനിൽ അദ്ദേഹം ചെയ്തതുപോലെയുള്ള മധ്യ തിരുവിതാംകൂർ ഭാഷയൊക്കെ പറയുന്ന ക്രിസ്ത്യൻ കുടുംബമായിരിക്കും ജോൺ കാറ്റാടിയുടേത്. അതേസമയം പെൺകുട്ടിയുടെ കുടുംബം കൊച്ചി സിറ്റിയിൽ താമസിക്കുന്ന കുടുംബമായിരിക്കും. വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു പ്ലാന്റേഷൻ കുടുംബജീവിതത്തിൽ വരുന്ന സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മോഡേൺ സൊസൈറ്റിയിൽ താമസിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടുകാരേക്കാൾ പക്വതയോടെ ആയിരിക്കും. അതായിരുന്നു ഞാൻ ചെയ്യാനിരുന്ന ബ്രോഡാഡി. കോവിഡ് നിയന്ത്രണങ്ങളൊന്നുമില്ലെങ്കിൽ ഞാൻ മമ്മൂക്കയെ വെച്ച് വലിയ സിനിമയെ ആലോചിക്കൂ. ഒരിക്കലും അത് ബ്രോഡാഡി പോലൊരു സിനിമ ആയിരിക്കില്ല. ഇത് ഞാൻ മമ്മൂക്കയോട് പറഞ്ഞിട്ടുമുണ്ട്. ഇങ്ങനെയാണ് പൃഥ്വിരാജിൻ്റെ വാക്കുകൾ. നിങ്ങൾ ബ്രോഡാഡി എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രം മമ്മൂക്ക ചെയ്താൽ എങ്ങനെയുണ്ടാകും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.